വെൽക്കം ടു എഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ യൂണിറ്റ് 14 അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് ആൻഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അതായത് അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് പാർട്ട് എയും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് അത് പാർട്ട് ബിയും. അപ്പൊ നമുക്ക് പാർട്ട് ബിയിലെ അഗ്രിഗേഷൻ ഓഫ് ഇൻകം അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അഗ്രിഗേറ്റഡ് ഇൻകം അല്ലെ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യാം, സാധാരണയായിട്ട് ഓരോ ആളുകളും അവരുടെ സ്വന്തം ഇൻകത്തിനാണ് ടാക്സ് നൽകേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ ഏൺ ചെയ്ത ഇൻകത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കുന്നു. ഓക്കെ, പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് നമുക്കറിയാം ഇൻകം ടാക്സിലെ കൂടുതൽ ഇൻകം ഉള്ളവർ എന്ത് ചെയ്യണം, കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും അല്ലെ. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ കൂടിയ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാദറിന്റെ ഇൻകം ഒരു 15 lakh ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഫാദർ എന്ത് ചെയ്യാണ്, ഫാദർ അതിനനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ എന്റെ ഇൻകം എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എനിക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. കാരണം എന്താണ്, ഒരാളുടെ ഇൻകം 2,50,000 വരെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ടാക്സ് കൊടുക്കണ്ട. അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്പൊ എന്റെ ഇൻകം 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും, എന്റെ ഫാദർ എന്ത് ചെയ്യാണ്, ഫാദറിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം എന്റെ പേരിലേക്ക് മാറ്റാം, മകളായ എന്റെ പേരിലേക്ക് മാറ്റാം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, ഫാദറിന്റെ ഇൻകം കുറയും, ഓട്ടോമാറ്റിക് ആയിട്ട് എന്തും കുറയും, ടാക്സും കുറയും അല്ലെ. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമല്ലേ അല്ലെ. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് നിയമം പറയുകയാണെന്ത്, ഇപ്പോ ഇൻകം മറ്റൊരാളുടെ പേരിലായാലും അത് യഥാർത്ഥത്തിൽ ആരുടേതാണോ അയാൾ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്പൊ എന്റെ ഫാദറിന്റെ ആണ് യഥാർത്ഥത്തിൽ ആ ഇൻകം, പക്ഷെ ഇൻകം മകന്റെ പേരിൽ അല്ലെങ്കിൽ മകളുടെ പേരിലേക്ക് മാറ്റിയാലും ആ ഇൻകം യഥാർത്ഥത്തിൽ ആരുടേതാണോ അയാൾ തന്നെയാണ് അതിന് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അഗ്രിഗേറ്റഡ് ഇൻകം എന്നുള്ള ഭാഗത്തേക്ക് വരാം. എന്താണ് അഗ്രിഗേഷൻ? അഗ്രിഗേറ്റഡ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, ഒന്നിച്ചു കൂട്ടുന്ന എല്ലാ ഇൻകംസും അല്ലെ. അതായത് ടാക്സ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ഇൻകംസും ഒരുമിച്ച് കൂട്ടുകയാണ്. ഇതിൽ എന്തൊക്കെയാ വരിക, ഇപ്പൊ സാധാരണയായിട്ട് ഒരാൾക്ക് കിട്ടുന്ന സാലറി അല്ലെ, അല്ലെങ്കിൽ അതായത് ഒരാൾക്ക് കിട്ടുന്ന സ്വന്തമായിട്ട് ഏൺ ചെയ്ത വരുമാനങ്ങൾ അല്ലെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഒരാൾക്ക് സാലറി ആയിട്ട് കിട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരാൾ ബിസിനസ് ഇൻകം ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെ, അതുപോലെ തന്നെ അതർ സോഴ്സിൽ നിന്ന് അയാൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, അയാൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കിട്ടിയ ഇൻകം. അതേപോലെ തന്നെ അതിന്റെ കൂടെ ഡീംഡ് ഇൻകം അല്ലെ, അതായത് സ്വന്തമായിട്ട് എന്താണ്, ഇപ്പൊ നോക്കിയോ, അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറയുമ്പോ ഒന്നാമത്തത് എന്താണ്, ഇൻകം ഓഫ് ദി അസസി, ഒരു അസസിയുടെ സ്വന്തം ഇൻകം. രണ്ടാമത്തത് എന്താണ്, ഡീംഡ് ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിയമപ്രകാരം അല്ലെങ്കിൽ ഒരാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കുന്ന തുക. നിയമപ്രകാരം ഇൻകം ആയിട്ട് ചിലപ്പോ അയാൾ പറയും അത് എന്റെ ഇൻകം അല്ല, പക്ഷെ നിയമത്തിന്റെ പെർസെപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡീംഡ് ഇൻകംസ് എന്ന് പറയാം. അടുത്തത് എന്താണ്, ക്ലബിംഗ് ഓഫ് ഇൻകം അല്ലെ, മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ അടുത്ത നോക്കി നോക്കൂ, ഷെയർ ഓഫ് എ മെമ്പർ ഇൻ ദി ഇൻകം ഓഫ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ നിന്നുള്ള വരുമാനത്തിന്റെ പങ്ക് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്, അഗ്രിഗേറ്റ് ചെയ്തത്. അപ്പൊ അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറയുമ്പോ എന്താണ്, ടാക്സ് കണക്കാക്കാൻ ഈ ഇൻകം എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചു കൂട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡീംഡ് ഇൻകംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ കാണുമ്പോ തോന്നും നമ്മുടെ വരുമാനം അല്ലാന്ന് തോന്നാം. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പറയാണെന്ത്, ഇത് നിന്റെ വരുമാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, സോ നീ ഇതിന്റെ പേരിൽ ടാക്സ് അടക്കണം അല്ലെ. അങ്ങനെയുള്ള കുറച്ച് ഇൻകംസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കി നോക്കാം.
അപ്പൊ സെക്ഷൻ 68 പറയുന്നുണ്ട് ക്യാഷ് ക്രെഡിറ്റ്സ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 5 lakh വന്നു അല്ലെ. അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ ചോദിക്കുകയാണ് ഈ പണം എവിടെ നിന്നാണ് വന്നത്. നമുക്ക് തെളിവൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ സോഴ്സ് ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ചിലപ്പോ അത് നമ്മുടെ ഫണ്ട് ആയിരിക്കില്ല, നമുക്കത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരിക്കും. പക്ഷെ അതൊന്നും തെളിയിക്കാനുള്ള ഒരു പ്രൂഫ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ എന്തായിരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുക? അത് ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ആ 5 lakh വന്നത് അയാളുടെ പേരിലാണ് ഇതിന് ടാക്സ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അടുത്ത നോക്കി നോക്കൂ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെക്ഷൻ 69 നമ്മളിപ്പോ ഒരു 20 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഭൂമി വാങ്ങി. പക്ഷേ നമ്മുടെ അക്കൗണ്ടില് അതായത് ഇപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് പോയത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതായത് ബാങ്ക് വഴിയല്ല എമൗണ്ട് പോയത്. അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ ചോദിച്ചു നിനക്ക് എവിടെ നിന്നാണ് ഈ 20 ലക്ഷം രൂപ കിട്ടിയത് ഈ ലാൻഡ് വാങ്ങാൻ? അപ്പൊ നമുക്ക് പ്രൂഫായിട്ട് നമുക്കൊന്നും പറയാനില്ല അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എവിടെ നിന്നാണ് എന്നുള്ളത്. അപ്പൊ എന്താവും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താക്കും, ഈ 20 ലക്ഷം ഇയാളുടെ വരുമാനമായിട്ട് കണക്കാക്കിയിട്ട് ഇയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ അടുത്ത നോക്കി നോക്കൂ, ആൻഡ് സെക്ഷൻ 69 അല്ലെ, സെക്ഷൻ 69 പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു സെക്ഷൻ 69A അൺഎക്സ്പ്ലെയിൻഡ് മണി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും റെയ്ഡ് നടത്തി, അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു 10 lakh എമൗണ്ട് ആയിട്ടും കുറച്ച് സ്വർണ്ണൊക്കെ ആയിട്ട് കണ്ടെത്തി. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സോഴ്സ് ഒന്നും വെളിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ മുഴുവൻ വാല്യൂ കണക്കാക്കി അത് ആ വ്യക്തിയുടെ ഇൻകം ആയിട്ട് കണക്കാക്കും. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 69B പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് മോർ ദാൻ റെക്കോർഡഡ്. നമ്മുടെ റെക്കോർഡ് അതായത് രേഖയിൽ ഇപ്പോ ഒരു നമ്മുടെ ഹൗസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെക്കോർഡിക്കലി നോക്കുകയാണെങ്കിൽ രേഖയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ വില 30 ലക്ഷമാണ്. പക്ഷെ നമ്മള് ഒരു വീട് വാങ്ങാൻ യഥാർത്ഥത്തിൽ ഒരു 45 lakh കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോ ആ റെക്കോർഡ്സിൽ കാണിക്കാത്ത ആ എക്സ്ട്രാ വന്നിട്ടുള്ള ആ 15 ലക്ഷത്തിന് വിശദീകരണം ഇല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ 15 ലക്ഷം എന്തായിട്ട് കണക്കാക്കും, ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ അല്ലെ. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് എന്റെ ഒരു വീട്ടില് വലിയൊരു വിവാഹാഘോഷം നടന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ചെലവാക്കി. അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ ചോദിക്കും ഇത്രയും വലിയൊരു മാരേജ് നടത്താന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് പണം കിട്ടിയത്? അപ്പൊ നമുക്ക് തെളിവില്ല. അപ്പൊ എന്താവും, ആ 25 lakh അത്രയും എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ചെലവാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താവും, അത് ഇയാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കും അല്ലെ. പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ചെലവാക്കിയില്ലേ, ഇനി എന്തിനാ അതിന് ഇൻകം ആയിട്ട് കണക്കാക്കുന്നത് എന്ന്. പക്ഷെ അൺഎക്സ്പ്ലെയിൻഡ് ആയതുകൊണ്ട് തന്നെ, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ചെലവ് നമുക്ക് പിന്നീട് ടാക്സിൽ നിന്ന് ഡിഡക്ഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ. അപ്പൊ അതൊന്ന്. അപ്പൊ ഇതിനെയും നമ്മൾ ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹുണ്ടി അല്ലെ, അതായത് നമ്മുടെ സെക്ഷൻ 69D പ്രകാരം, അതായത് ഇതൊരു പഴയ രീതിയിലുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഈ ഹുണ്ടി വഴി കുഴൽപ്പണം വഴിയൊക്കെ എന്ത് ചെയ്യും, പൈസ വാങ്ങുവോ അല്ലെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് പേ ചെക്ക് യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ അങ്ങനെ ആ ചെക്ക് യൂസ് ചെയ്യാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മുടെ എമൗണ്ട് ആയിട്ട് നമ്മുടെ വരുമാനമായിട്ട് കണക്കാക്കും, നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡീംഡ് ഇൻകംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം, ക്ലബിംഗ് ഓഫ് ഇൻകം. ഓക്കെ, എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ? ക്ലബ് ചെയ്യാം അല്ലെ, അതായത് നമ്മൾ ഇൻകം കൂട്ടിച്ചേർക്കുക. ഇപ്പൊ ചില ആളുകള് കൂടുതൽ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വരുമാനം ഇപ്പോ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ മകന്റെ പേരിലോ അല്ലെങ്കിൽ മകന്റെ വൈഫിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സിന്റെ പേരിലേക്കൊക്കെ മാറ്റും അല്ലെ. അപ്പൊ അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയാണ്, ഇപ്പൊ നമ്മുടെ ഇൻകം മറ്റൊരാളുടെ പേരിലാക്കിയാലും അതിന്റെ യഥാർത്ഥത്തിലുള്ള ഓണർ ആരാണോ, അതായത് ആ ഇൻകത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഓണർ ആരാണോ അയാള് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ വരുമാനത്തിന്റെ അല്ലെങ്കിൽ ആ ഇൻകത്തിന്റെ
ആദ്യത്തെ ടാക്സ് അടക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വേറൊരാളുടെ പേരിലേക്ക് മാറ്റിയാലും ആ ഇൻകം കൂടെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് വിളിക്കും അല്ലെ. അതായത് ഒരാളുടെ പേരിലേക്ക് മാറ്റിയ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു, യഥാർത്ഥത്തിലുള്ള ഓണർ ആരാണോ അയാളുടെ ഇൻകത്തിന്റെ കൂടെ ഇത് ക്ലബ് ചെയ്യും, എന്നിട്ട് ടാക്സ് ഈടാക്കുകയാണെങ്കിൽ അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കി നോക്കാം. അതായത് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് നോക്കി നോക്കാം. ഇവിടെ നോക്കി നോക്കും, ഇവിടെ ഇൻകം ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ പേരിൽ ഒരു ബാങ്കിൽ FD ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ FD എന്റെ പേരിലാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെ, FDയിൽ നിന്ന് നമുക്ക് എന്ത് ഇൻകം കിട്ടുക? ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ ഞാൻ എന്റെ മോളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. അപ്പൊ ആ FDയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് എന്റെ മോളുടെ പേരിലേക്കാണെങ്കിൽ അവളാണ് അത് യൂസ് ചെയ്യുന്നത് എങ്കിൽ അപ്പൊ ആ FDയുടെ ഓണർ ആരെന്നെയാണ്? അത് ഞാൻ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് അല്ലെ, ആ ഇൻട്രസ്റ്റ് ഞാൻ ആരുടെ പേരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് അത് അയാളുടെ ഇൻകം ആയിട്ടല്ല ഇൻകം ടാക്സ് കണക്കാക്കുക. ആ FDയുടെ യഥാർത്ഥത്തിലുള്ള ഓണർ ആരാണോ അയാളുടെ ഇൻകത്തിന്റെ കൂടെ ഈ ഇൻകം ക്ലബ് ചെയ്യും അല്ലെ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, അയാൾ അസറ്റ് മാറ്റിയിട്ടില്ല അല്ലെ. അതായത് ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി, ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വാടക കിട്ടുന്നുണ്ട്, അതിന്റെ വാടക ഞാൻ എന്റെ സ്പൗസിന്റെ പേരിൽ, അല്ലെങ്കിൽ സ്പൗസ് ആണ് അത് വാങ്ങുന്നെങ്കിൽ, മോനാണ് വാങ്ങുന്നത് എങ്കിൽ അതിന്റെ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ഞാൻ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻകം എന്റെ ഇൻകത്തിന്റെ കൂടെയാണ് ക്ലബ് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കി നോക്കൂ, റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് സെക്ഷൻ 61. റിവോക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? തിരികെ വാങ്ങാൻ കഴിയാം അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എന്റെ പേരിലുള്ള ലാൻഡ് ഞാൻ എന്റെ ബ്രദറിന് കൊടുത്തു, പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട്, ഒരു കരാർ, ഒരു എഗ്രിമെന്റ് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്, എപ്പോ വേണമെങ്കിലും ഈ ലാൻഡ് എനിക്ക് തിരിച്ചു നൽകണം അല്ലെങ്കിൽ തിരിച്ചെടുക്കാം അല്ലെ. അപ്പൊ അതെന്താണ് അപ്പൊ അത് എന്ത് ട്രാൻസ്ഫർ ആണ്? അവിടെ റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് ആ ലാൻഡ് തിരിച്ചെടുക്കാം എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ആ ലാൻഡ് ഞാൻ എന്റെ ബ്രദറിന് കൊടുത്തത് അല്ലെ. അപ്പൊ ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വാടകയോ അല്ലെങ്കിൽ മറ്റ് ഇൻകംസോ അത് എന്റെ ബ്രദറാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും ഇത് റിവോക്കബിൾ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയും അത് നിന്റെ ഇൻകം ആണ്, ബ്രദറിന്റെ ഇൻകം അല്ല, നിന്റെ ഇൻകം ആണ്, നിന്റെ ഇൻകത്തിന്റെ കൂടെയാണ് ഇത് ക്ലബ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ എന്താണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് അസറ്റ് തിരികെ വാങ്ങാൻ അവകാശം ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തൊരു അസറ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും തിരികെ വാങ്ങാൻ അവകാശമുണ്ടെങ്കിൽ അല്ലെ, അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് വീണ്ടും അത് നമ്മുടേത് തന്നെ ആക്കാൻ റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കി നോക്കൂ, സാലറി, കമ്മീഷൻ, ഫീസ് ഓർ എനി അതർ റെമ്യൂണറേഷൻ ടു ദി സ്പൗസ് സെക്ഷൻ 64 അല്ലെ. ഇവിടെ എന്താണ്, ഇപ്പൊ നമുക്കിപ്പോ എന്റെ പേരിൽ ഒരു കമ്പനി ഉണ്ട്, ഞാനിപ്പോ ഒരു കമ്പനി നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ വൈഫ് അവിടെ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അവിടെ യാതൊരു ജോലിയും ചെയ്യാതെ മാസം അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ മോന്റെ പേരിലോ അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ പേരിലോ ഞാൻ സാലറി എന്ന് എഴുതിയിട്ട് ഒരു 50,000 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും അപ്പൊ ഈ 50,000 രൂപ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന്റെ ഇൻകം ആവുമോ? അല്ല, അത് ആരുടെ ഇൻകം തന്നെ ആയിരിക്കും? ആരാണോ ആ കമ്പനിയുടെ ഓണർ അയാളുടെ ഇൻകം തന്നെ ആയിരിക്കും. കാരണം അവിടുത്തെ ഇപ്പൊ സ്പൗസ് ഒരു ജോലിയും ഇല്ലാതെയാണ് സാലറി എന്ന് പറഞ്ഞിട്ട് 50,000 സ്പൗസിന് കൊടുക്കുന്നത് എങ്കിൽ അല്ലെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നോക്കി നോക്കൂ, ആ കമ്പനിയുടെ ഓണർ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് വൈഫിന്റെ പേരിൽ ഒരു 50,000 രൂപ സാലറി എന്ന് പറഞ്ഞ ചെലവ് കാണിച്ചിട്ട് അവിടെ കുറക്കാൻ നോക്കുകയാണ്. അപ്പൊ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ, അത് നിന്റെ ഇൻകം തന്നെയാണ്, വൈഫിന്റെ ഇൻകം അല്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്, ഒഴിവുകൾ ഉണ്ട്. ഇതെല്ലായിടത്തും ബാധകമല്ല.
ചില പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, എൻ്റെ സ്പൗസ് ഡോക്ടറാണ്, അപ്പൊ അവരുടെ കഴിവ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ ഇരുന്ന് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, അതിനാണ് അവർക്ക് ശമ്പളം അല്ലെങ്കിൽ സാലറി കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് നമുക്കിത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ആ ഒരു സ്പൗസ് സ്വന്തം കഴിവ് കൊണ്ടാണ്, ഇപ്പോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന്റെ കമ്പനിയിലാണെങ്കിൽ പോലും അവിടെ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് സാലറി ഏൺ ചെയ്യുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ ക്ലബിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ആ വൈഫ് അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡിന്റെ പേരിലുള്ള ഇൻകം ആയിട്ട് തന്നെ അത് കണക്കാക്കും. ദെൻ അടുത്ത് നോക്കി നോക്കൂ, ഇപ്പൊ ഇവിടെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മുടെ ഇപ്പോ ഈ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അതായത് ഇപ്പൊ ഒരു കമ്പനിയില് നമുക്ക് 20% വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് 20% ഷെയറുകൾ കൈവശം വെച്ചിട്ടുള്ള ഒരു കമ്പനി അല്ലെ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനിയില്, അതേ കമ്പനിയില് സ്പൗസ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്പൗസിന് ജോലി ചെയ്യാതെ തന്നെ നമ്മൾ സാലറി എന്ന പേരില് എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വൈഫിന്റെ ഇൻകം ആയിട്ടല്ല കണക്കാക്കുക, ആ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആ വ്യക്തിയുടെ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കാം. ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ് ടു സ്പൗസ് അല്ലെ, സെക്ഷൻ 64 സബ്സെക്ഷൻ 1. അതായത് നമ്മൾ ഒരു അസറ്റ് നമ്മുടെ വൈഫിന്റെ പേരിലേക്ക് കൊടുക്കുക. അപ്പൊ അതായത് ഇപ്പൊ ഒരു 10 ലക്ഷം വൈഫിനായിട്ട് ഗിഫ്റ്റ് കൊടുത്തു അല്ലെ, അപ്പൊ എന്താണ്, വൈഫ് എന്ത് ചെയ്തു, ആ എമൗണ്ട് FD ആയിട്ട് ഇട്ടു എന്ന് വിചാരിച്ചോ, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ആരുടെ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക, വൈഫിന്റെ ഇൻകം ആയിട്ടല്ല കണക്കാക്കുക, അത് ആരുടെ ഇൻകത്തിന്റെ കൂടെ ചേർക്കും, ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ തന്നെയാണ് ചേർക്കുക അല്ലെ. ഓക്കെ, അപ്പോ ഇനിയിപ്പോ വേറെ കേസിൽ പറയുകയാണെങ്കിൽ, ചില കേസുകളിൽ ഇപ്പൊ വൈഫിന്റെ അസറ്റ് തന്നെ ആയിരിക്കും, വൈഫ് സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്തു വാങ്ങിയിട്ടുള്ള അസറ്റ് ആണെങ്കിൽ അപ്പൊ ഇവിടെ ക്ലബിംഗ് ഇല്ല, ക്ലബിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എന്താണ്, വൈഫ് സ്വന്തമായിട്ട് വാങ്ങിയ അസറ്റ് ആണെങ്കിൽ അപ്പൊ ക്ലബിങ്ങിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ ഒരു എന്താ പറയാ കപ്പിൾസ് അവര് വേർപിരിയാൻ തീരുമാനിച്ച ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എന്താണ്, അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ അവര് വേർപിരിയും എന്നുള്ളൊരു കരാറ് നിലവിലുണ്ടെങ്കിൽ അപ്പോഴും ഈ ക്ലബിങ്ങിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മളിപ്പോ വൈഫിന് ഗിഫ്റ്റ് കൊടുത്താലും അതിൽ നിന്നുള്ള വാടക എന്താണ്, ആരുടെ ഇംഗത്തിന്റെ കൂടെ തന്നെയാണ് ചേർക്കുക, ഭർത്താവിന്റെ ഇംഗത്തിന്റെ കൂടെ തന്നെയാണ് ചേർക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കൂ. ഡോട്ടർ ഇൻ ലോ അല്ലെ, അതായത് സൺസ് വൈഫ്. ഇപ്പൊ ഒരു ഫാദർ അയാളുടെ മോന്റെ വൈഫിന്റെ പേരില് മരുമകളുടെ പേരില് ഒരു 20 ലക്ഷം രൂപയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ കാണിച്ചു അല്ലെ. അപ്പൊ അത് എന്താണ്, നമ്മുടെ ഡോട്ടർ ഇൻ ലോ എന്ത് ചെയ്തു, അല്ലെങ്കിൽ മരുമകൾ എന്ത് ചെയ്തു, അതിപ്പോ ഒരു FD ആയിട്ട് ഇട്ടു എന്ന് വിചാരിച്ചോ, അപ്പൊ അതിൽ നിന്ന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി, ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മരുമകളുടെ വരുമാനമായിട്ടല്ല, അത് ആ ഫാദർ ഇൻ ലോയുടെ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, വരെ ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ ഈ മോന്റെ വൈഫിന്റെ പേരിലൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമ ആരാണോ അയാളുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആ വരുമാനം ക്ലബ് ചെയ്യും. ഓക്കെ, അടുത്ത നോക്കി നോക്കൂ. ദെൻ അതേപോലെ തന്നെ അസറ്റ് നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തു അല്ലെ, അതായത് നമ്മൾ എന്താ പറയാ, ഒരു മറ്റൊരാൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന് എന്ത് കൊടുത്തു, കുറച്ച് പൈസ കൊടുത്തു അല്ലെ. അപ്പോ ആ പൈസയിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തു, ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് കൊടുത്തു. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്, ആ പണത്തിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ വൈഫിന് കൊടുക്കണം, അതാണ് കരാർ. ഓക്കെ, അപ്പൊ ഇൻകം ടാക്സ് വകുപ്പ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇൻകം നിന്റെ ഇൻകം, അതായത് ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ തന്നെ ക്ലബ് ചെയ്യും. ഇയാൾ എന്താ ചെയ്തത്, ഹസ്ബൻഡ് അയാളുടെ സുഹൃത്തിന് ക്യാഷ് കൊടുക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, ആ സുഹൃത്തിനോട് പറയുന്നു, കരാർ വെച്ചിട്ട് പറയുന്നു എന്ത്, ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അത് എന്റെ വൈഫിന് കൊടുക്കണം. അപ്പൊ ആ ഇൻകം ആരുടെ പേര്
പേരിലാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഹസ്ബൻഡിന്റെ പേരിലാണ് ടാക്സ് കൊടുക്കേണ്ടത് അല്ലെ? അതേപോലെ തന്നെ അടുത്ത നോക്കി നോക്കൂ. ഇനി ഇതുപോലെ തന്നെ ഇനിയിപ്പോ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ ഒരു അസറ്റ് ഞാൻ വേറൊരാൾക്ക് നൽകി അതിന്റെ ബെനഫിറ്റ് ആർക്ക് കൊടുക്കണം എന്ന് പറയുന്നു? മീൻസ് ഡോട്ടർ ഇൻ ലോക്ക്, അതായത് മരുമകൾക്ക് കൊടുക്കണം എന്ന് പറയുന്നു. അതായത് ഒരു ഫാദർ ഒരു അസറ്റ് വേറൊരാൾക്ക് നൽകി, നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ സുഹൃത്തിനാണ് കൊടുത്തത്, അതേപോലെ തന്നെ എന്താണ് ഒരു അസറ്റ് മറ്റൊരാൾക്ക് നൽകുന്നു, അതിന്റെ ബെനഫിറ്റ് ആർക്ക് കൊടുക്കണം എന്നാ പറയുന്നത്? നമ്മുടെ ഡോട്ടർ ഇൻ ലോക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഡോട്ടർ ഇൻ ലോക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ പറയും അത് ഡോട്ടർ, അപ്പൊ അയാൾ പറയുന്നത്, ഫാദർ പറയും ഡോട്ടർ ഇൻ ലോ അല്ലേ അതിന്റെ ഇൻകം വാങ്ങുന്നത്, അപ്പൊ എന്റെ പേരിൽ എന്തിനാ അത് ചുമത്തണം? പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് പറയുന്നു? ആ വരുമാനം മറ്റുള്ളവരുടെ പേരില് കൊടുത്തതാണെന്നുണ്ടെങ്കിലും അതിന്റെ ബെനഫിറ്റ് നിന്റെ ഡോട്ടർ ഇൻ ലോയാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ആരാണ്? ആ ഫാദർ ആണ്. സോ ആ ഫാദറിന്റെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും ഇത് ക്ലബ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് നോക്കി നോക്കാം. നമ്മളിപ്പോ ഗിഫ്റ്റ് ചെയ്ത അസറ്റ് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു വൈഫിന്റെ പേരിൽ ഒരു 10 ലക്ഷം രൂപ ഗിഫ്റ്റ് കൊടുത്തു അല്ലെ? വൈഫ് എന്ത് ചെയ്തു? അത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ? അപ്പൊ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടി അല്ലെ? അപ്പൊ ആ കിട്ടിയ ലാഭം അല്ലെ, അതായത് ഗിഫ്റ്റ് ചെയ്ത ഇപ്പോ എന്താണ് ചിലപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10 ലക്ഷത്തിന്റെ കൂടെ ഈ വൈഫിന്റെ പേരിലും കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ വൈഫിന്റെ കയ്യിലും കുറച്ച് എമൗണ്ട് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഗിഫ്റ്റ് ചെയ്തപ്പോ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പോ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന്റെ പേരില് കുറച്ച് രൂപ ഇൻവെസ്റ്റ് മീൻസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ആ എമൗണ്ട് എന്ത് ചെയ്തു? വൈഫ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ട് അല്ലെ? അപ്പോ ഇവിടുത്തെ കേസില് എത്രയാണോ ഗിഫ്റ്റ് ചെയ്ത പണത്തിന് ഈ വൈഫിന് കിട്ടിയിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, അത് മാത്രം ഈ ഭർത്താവിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും അല്ലെ? അതായത് ഇപ്പൊ ഈ ഗിഫ്റ്റ് ചെയ്ത പൈസ ഇപ്പൊ ഈ വൈഫ് പാർട്ണർഷിപ്പ് ഫേമിൽ ഇട്ടാൽ, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമിൽ ക്യാപിറ്റൽ ആയി ഇട്ടാലും അതിൽ നിന്ന് എത്ര രൂപയാണോ ഈ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്, അതിൽ എത്രയാണോ ഈ വൈഫിന് ലാഭം കിട്ടുന്നത്, ആ എമൗണ്ട് മാത്രം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വൈഫിന് ഹസ്ബൻഡ് ഇപ്പൊ ഒരു 20 ലക്ഷം കൊടുത്തു, വൈഫിന്റെ കയ്യിൽ ഒരു 30 ലക്ഷം ഉണ്ടായിരുന്നു അല്ലെ? മൊത്തം 50 ലക്ഷം അല്ലെ? ഈ 50 ലക്ഷം എന്ത് ചെയ്തു? വൈഫ് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഇവിടെ ഈ വൈഫിന് എന്ത് കിട്ടി? ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി അല്ലെ? 10 ലാഖ് രൂപ പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടെത്തണം? ഈ 10 ലക്ഷത്തിലെ 20 ലക്ഷത്തിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്തണം അല്ലെ? അപ്പൊ അത് മാത്രം എന്ത് ചെയ്യാം? ഈ ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യാം അല്ലെ? അത് അയാൾ ഗിഫ്റ്റ് കൊടുത്തതല്ലേ, അയാളുടെ ഇൻകം ആണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആരുടെ പേരിൽ ക്ലബ് ചെയ്യണം? ഹസ്ബൻഡിന്റെ പേരിൽ ക്ലബ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ പ്രപ്പോർഷനേറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും ഭാഗങ്ങള് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ നമ്മളൊരു എന്താ അതായത് ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഇപ്പൊ ഇവിടെ അതായത് 8ാമത്തെ പോയിന്റ് അല്ലെ, അതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു വ്യക്തി, അതായത് ഒരു ട്രാൻസ്ഫർ അല്ലെ, ട്രാൻസ്ഫർ മീൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി അല്ലെ? അപ്പൊ അതായ ഒരു ഹസ്ബൻഡ് അയാളുടെ വൈഫിനോ അല്ലെങ്കിൽ അയാളുടെ ഡോട്ടർ ഇൻ ലോയ്ക്കോ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ആ ഗിഫ്റ്റ് എന്ത് ചെയ്യാണ്? വൈഫ് അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ബിസിനസ്സിൽ നിന്ന് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോ അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് ആരുടെ ഇൻകം ആണ് അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഗിഫ്റ്റ് ചെയ്ത പണത്തിന് അനുസരിച്ചുള്ള ലാഭത്തിന്റെ വിഹിതം ഗിഫ്റ്റ് നൽകിയ ആളിന്റെ വരുമാനത്തിൽ ക്ലബ് ചെയ്യും. ഇവിടെ ഒരു ഹസ്ബൻഡ് 10 ലക്ഷമാണ് അയാൾ ഗിഫ്റ്റ് ചെയ്തത് എങ്കിൽ ആ 10 ലക്ഷം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ 10 ലക്ഷത്തിന് എത്ര പ്രോഫിറ്റ് കിട്ടും? അത് എന്ത് ചെയ്യണം? ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും അല്ലെ? ഇപ്പൊ ഇവിടുത്തെ രണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കി നോക്കാം.
ഒരു വ്യക്തി, ഇപ്പൊ ഒരു ഫാദർ അയാളുടെ ഭാര്യക്ക് ഒരു 4 ലക്ഷം രൂപ ഗിഫ്റ്റ് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, വൈഫ് എന്ത് ചെയ്തു, ഒരു 6 ലക്ഷം കൂടെ കൂട്ടിയിട്ട് മൊത്തം ഒരു 10 lakh ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ വൈഫ് ഒരു പാർട്ട്ണർ അല്ലാത്ത ബിസിനസ്സിലേക്കാണ് കേട്ടോ ഇൻവെസ്റ്റ് ചെയ്തത്. പാർട്ട്ണർ ആയിട്ടുള്ള ബിസിനസ്സിലേക്കല്ല, അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് മൊത്തം 10 lakh ഇൻവെസ്റ്റ് ചെയ്തു. അതില് 4 lakh ആരുടേതാണ്, ഈ ഹസ്ബൻഡ് ഗിഫ്റ്റ് കൊടുത്തതാണ്. ബാക്കി 6 lakh വൈഫിന്റെ സ്വന്തം ഇൻകം ആണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, ഇതിൽ നിന്ന് ഇപ്പൊ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൈഫിന് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റിന്റെ 4 ലക്ഷത്തിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ്, അതായത് 4 ലക്ഷത്തിന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, അത് മാത്രം എന്ത് ചെയ്യണം, ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യണം അല്ലെ. സ്വന്തം പൈസയിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് ആരുടെ പേരിൽ തന്നെ, നമ്മുടെ വൈഫിന്റെ പേരിൽ തന്നെ കിട്ടുന്ന ഇൻകം ആണ്. അപ്പൊ വൈഫ് ആ ഇൻകത്തിന് മാത്രം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ അതിന്റെ ഒരു, അതായത് ആ ഒരു പ്രപ്പോർഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ കേസിൽ എ പോയിന്റ് എന്താ പറയുന്നത്, പാർട്ട്ണർ അല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും വൈഫിന്റെ പേരിലുള്ള കുറച്ച് എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ ഇപ്പോ ഹസ്ബൻഡ് കൊടുത്തത് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് എത്ര രൂപയാണ്, ഗിഫ്റ്റ് കിട്ടിയത് എത്ര രൂപയാണ്, എന്താ ഒരു 4 lakh അല്ലെ. ഇനി സ്വന്തമായിട്ടുള്ളത് അല്ലെ, ആ വൈഫിന്റെ സ്വന്തമായിട്ട് ഒരു 6 lakh ഉണ്ട് അല്ലെ. ഇനി ബിസിനസ്സിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. അതായത് ഈ 10 ലക്ഷത്തിന് 10 ലക്ഷമാണ് ഇപ്പൊ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത്. ഇതിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എന്താ കണ്ടെത്തേണ്ടത്, ഈ 2 ലക്ഷം ഈ 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷത്തിന് മാത്രമായിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം അല്ലെ. അതിനെന്താണ് ഒരു ഫോർമുല, അതിനുള്ള ഫോർമുലയാണ് value of the asset transferred by the transferor on the first day of previous year അല്ലെ. അതായത് value of the asset transferred by the transferor. ഇവിടെ ട്രാൻസ്ഫറർ ആരാണ്, ഹസ്ബൻഡ് ഗിഫ്റ്റ് ആയി കൊടുത്തത്. അതിന്റെ വാല്യൂ എത്രയാണ്, 4 lakh അല്ലെ, 4 lakh. ഓക്കെ, then divided by total investment in the business by the transfer as on the first day of previous year അല്ലെ. അതായത് ബിസിനസ്സിലേക്ക് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്, മൊത്തം നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, 10 lakh. ഓക്കെ, ഇൻടു ബിസിനസ്സിലേക്ക് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 10 lakh ഇൻടു ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടിയത് എത്രയാണ് കിട്ടിയത്, 2 lakh ആണ് അല്ലെ, 2 lakh. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു എമൗണ്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 4 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻടു 2 lakh ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 80,000 കിട്ടും. ഓക്കെ, ഒരു 80,000 രൂപ കിട്ടും അല്ലെ. ഇതാണ് എന്ത്, ഈ ഗിഫ്റ്റ് ചെയ്ത പൈസക്ക് അനുപാതമായിട്ടുള്ള പ്രോഫിറ്റ്. ഈ 2 ലക്ഷത്തില് 80,000 രൂപ ആരുടെ ഇൻകമാണ്, ട്രാൻസ്ഫറർ അഥവാ ഹസ്ബൻഡിന്റെ ഇൻകം ആണ്. അത് വൈഫിന്റെ ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പാടില്ല. ഇവിടെ 2 ലക്ഷത്തിൽ 80,000 പോയ 1,20,000 മാത്രമാണ് ആരുടെ ഇൻകം, വൈഫിന്റെ ഇൻകം. ബാക്കി 80,000 ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യണം. ഓക്കെ, ഇനി അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് മുഴുവൻ ക്ലബ് ചെയ്യാത്തത്, കാരണം എന്താണ്, ബിസിനസ്സില് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രമാണോ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, വൈഫ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ല. ഭാര്യയുടെ സ്വന്തം പണം മീൻസ് ക്യാപിറ്റലും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഗിഫ്റ്റ് ചെയ്ത പണത്തിന് എത്ര പ്രോഫിറ്റ് കിട്ടും ആ എമൗണ്ട് മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. എന്താണ് ഇക്വേഷൻ, വാല്യൂ ഓഫ് ദി അസറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ദി ട്രാൻസ്ഫറർ. എത്രയാണോ ട്രാൻസ്ഫറർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ആയിട്ട് ട്രാൻസ്ഫറി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇൻടു ഇൻകം ഓഫ് ദി ബിസിനസ് അല്ലെ. ആ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഗിഫ്റ്റ് ചെയ്ത എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള പ്രപ്പോർഷനേറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്, ബി പോയിന്റിൽ എന്താ പറയുന്നത്,
പാർട്ട്ണർഷിപ്പ് ഫേമില് പാർട്ട്ണർ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് എമൗണ്ട് കൊടുക്കുകയാണ്. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു പാർട്ട്ണർ അല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇറക്കുകയാണ് എന്ന്. ഇപ്പൊ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ ആയിട്ട് ക്യാപിറ്റൽ ഇടുകയാണെന്നുണ്ടെങ്കിലോ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫിന് 5 ലക്ഷം രൂപ ഗിഫ്റ്റ് നൽകി. ആ എന്താണ് പണം വൈഫ് എന്ത് ചെയ്തു? പാർട്ട്ണർഷിപ്പ് ഫേമില് ക്യാപിറ്റൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത് 10 ലക്ഷമാണെന്ന് വിചാരിച്ചോ. അതായത് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത 5 ലക്ഷവും സ്വന്തമായിട്ട് വൈഫിന്റെ പേരിലുള്ള 5 ലക്ഷവും, അങ്ങനെ മൊത്തം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക്, അതായത് ഓൾറെഡി ഈ പാർട്ട്ണർഷിപ്പ് ഫേമില് ഈ വൈഫ് പാർട്ട്ണർ ആണ്, അതിലേക്ക് മൊത്തം 10 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതില് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന്റെ പ്രപ്പോർഷനേറ്റ് ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തൊക്കെയാ നോക്കി നോക്കൂ. ട്രാൻസ്ഫേർഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇൻടു ഇൻകം റിസീവ്ഡ് ബൈ ദി ഫേം അല്ലെ. ഇപ്പൊ ഇവിടത്തെ കേസിൽ എങ്ങനെയായിരിക്കും? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ട്രാൻസ്ഫേർഡ് ക്യാപിറ്റൽ, അതായത് ഹസ്ബൻഡ് എത്ര രൂപയാണ് കൊടുത്തത്? 5 ലാക്ക് ഡിവൈഡഡ് ബൈ മൊത്തം വൈഫ് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 10 ലാക്ക് അല്ലെ, ഇൻടു മൊത്തം ലാഭം എത്രയാണ് കിട്ടിയത്? 2 ലക്ഷം അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഒരു എമൗണ്ട് കിട്ടൂലേ. ആ എമൗണ്ട് ആരുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യണം? ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യണം.